തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പാർട്ടിയിൽ നിന്ന് ഒരാൾ പോയാലും അത് വലിയ തിരിച്ചടി തന്നെയാണ്. ഇപ്പോഴിതാ കൊല്ലം ജില്ലയിൽ CPIയിൽ കൂട്ടരാജിയാണ് നടന്നിരിക്കുന്നത്. വിവിധ സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന 112 പേരടക്കം 700ഓളം CPIക്കാരാണ് പാർട്ടി വിട്ടുപോയിരിക്കുന്നത്. അവർ പത്രസമ്മേളനം വിളിച്ചാണ് ഈ കാര്യം അറിയിച്ചത്. നമുക്കറിയാം, മന്ത്രി ജെ ചിഞ്ചുറാണിയുടെ മണ്ഡലമാണ് ചടയമംഗലം. ആ ചടയമംഗലം നിയോജക മണ്ഡലത്തിലാണ് ഈ ഒരു കൂട്ടരാജി സംഭവിച്ചിരിക്കുന്നത്. അതായത് 10 മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ, 45 ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, 48 ബ്രാഞ്ച് സെക്രട്ടറിമാർ, 9 ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവരടക്കം 112 പേരും ഒപ്പം പ്രവർത്തകരടക്കം 700 പേരുമാണ് രാജിവെച്ചിരിക്കുന്നത്. വാർത്താ സമ്മേളനം വിളിച്ച് ജില്ലാ നേതൃത്വത്തോടുള്ള അതൃപ്തി പരസ്യമായി പ്രകടിപ്പിച്ചാണ് രാജി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടില്ല എന്ന് പറയാൻ ആർക്കും കഴിയില്ല. 700-ലധികം പാർട്ടി അംഗങ്ങളും രാജിവെച്ചു എന്നാണ് ആ യോഗത്തിൽ അല്ലെങ്കിൽ ആ വാർത്താ സമ്മേളനത്തിൽ നേതാക്കൾ അവകാശപ്പെട്ടിരിക്കുന്നത്. ഇതിന് കാരണം ഉൾപാർട്ടി പ്രശ്നങ്ങളാണ് ഈ തീരുമാനത്തിന് കാരണമെന്നാണ് അവർ വ്യക്തമാക്കിയത്. അഴിമതി നടത്തി സംഘടനാ നടപടി നേരിട്ടയാൾ അടക്കമാണ് രാജിവെച്ചത് എന്ന് CPIയുടെ ജില്ലാ നേതൃത്വം പറഞ്ഞു പരത്തുന്നുണ്ടെങ്കിലും ഒരാൾ അഴിമതിക്കാരൻ എന്നുള്ളത് ശരിയാണ്. പക്ഷേ 700ഓളം പേർ പാർട്ടി വിട്ടതിനെക്കുറിച്ച് വലിയ പ്രശ്നമാണ് CPIയിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. അതും ഒരു മന്ത്രിയുടെ മണ്ഡലം. വാർത്താ സമ്മേളനം വിളിച്ച് രാജിപ്രഖ്യാപനം നടത്തിയിട്ടും പ്രവർത്തകർ പാർട്ടി വിട്ടില്ല എന്ന് അടിസ്ഥാനരഹിതമായ വാദമാണ് ഇതെന്നും നേതൃത്വം ഇങ്ങനെ വിശദീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ MM നസീറിനെ 13,000-ലധികം വോട്ടുകൾക്കാണ് ചടയമംഗലം മണ്ഡലത്തിൽ ചിഞ്ചുറാണി പരാജയപ്പെടുത്തി മന്ത്രിയായത്. എപ്പോഴും ഒരു മുസ്ലിം നേതാവ് UDFൽ നിന്ന്, പ്രത്യേകിച്ച് കോൺഗ്രസിൽ നിന്ന് സ്ഥാനാർത്ഥിയാകുന്ന മണ്ഡലമാണിത്. MM ഹസൻ, ഷാഹിദ കമാൽ എന്നിവർ ചരിത്രം എടുത്തു പരിശോധിച്ച് നോക്കിയാൽ അറിയാം, ചടയമംഗലത്ത് സ്ഥാനാർത്ഥികളായിരുന്നു. ഇത്തവണ ഒരു ശക്തമായ ഭരണവിരുദ്ധ വികാരം കൂടി നിലനിൽക്കുന്ന ചടയമംഗലം മണ്ഡലത്തിൽ ഇത്രയും പേരുടെ രാജി എന്ന് പറയുന്നത് CPIക്ക് സ്ഥിരമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലത്തിൽ വലിയ തിരിച്ചടി തന്നെയാണ്. ഇത്തരത്തിലുള്ള തിരിച്ചടികൾ CPI ആണ് കൂടുതലും നേരിടുന്നത് എന്നുള്ളത് കൊണ്ട് CPIക്ക് അടുത്ത തവണ വലിയൊരു തിരിച്ചടി മുന്നിൽ കാണുന്നു എന്ന് നേതൃത്വം ഭയപ്പെടുകയും ചെയ്യുന്നു. നമുക്കറിയാം, 4 CPIയുടെ മന്ത്രിമാരാണുള്ളത്. അതിൽ ഇത്തവണ കഴിവുകെട്ട മന്ത്രി എന്നുള്ളത് പല തവണ തെളിയിച്ചിട്ടുള്ളതാണ് മന്ത്രി ചിഞ്ചുറാണി. അവരുടെ മണ്ഡലത്തിൽ അവർ മന്ത്രിപദത്തിൽ ഇരിക്കുമ്പോൾ തന്നെ പാർട്ടിയെ മറന്നു എന്നുള്ളൊരു ആരോപണം കൂടി അവർക്കെതിരെയുണ്ട്. അങ്ങനെയാണ് ഇത്രയും വലിയ ഒരു വിമത ശബ്ദം ഉരുത്തിരിഞ്ഞു വന്നത്. CPIക്ക് അല്ലെങ്കിൽ LDFന് അടുത്ത ഭരണം ലഭിക്കില്ല എന്നുള്ളത് ഏതാണ്ട് ഉറപ്പിക്കുന്ന തരത്തിൽ പ്രവർത്തകർ തന്നെ തീരുമാനമെടുത്തതിൻ്റെ ഭാഗമായാണ് മന്ത്രിയെയും MLAയെയും അതുപോലെ തന്നെ പാർട്ടി നേതൃത്വത്തെയും അവഗണിച്ചുകൊണ്ട് ഇത്രയും വലിയൊരു പ്രവർത്തകരുടെ കൂട്ടം തന്നെ പാർട്ടിയിൽ നിന്ന് വിട്ടുപോകുന്നത്. ഏതായാലും കൊല്ലം ജില്ല എന്ന് പറയുന്നത് LDFൻ്റെ ഒരു കോട്ട തന്നെയാണ്. പല പ്രശ്നങ്ങളുമായി ഇപ്പോൾ UDFന് കൂടുതൽ സീറ്റുകൾ ലഭിക്കും എന്നുള്ളതും ഭരണവിരുദ്ധ വികാരം ശക്തമായി നിലനിൽക്കുന്നു എന്നുള്ളതും കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം LDFന് വലിയൊരു പ്രശ്നമായി തന്നെ നിലനിൽക്കുമ്പോഴാണ് LDFനകത്ത് അല്ലെങ്കിൽ CPIക്കകത്ത് ഇത്രയും വലിയ ആൾക്കൂട്ടം പാർട്ടി വിട്ട് പുറത്തേക്ക് പോകുന്നത്. ഇതിനെ എത്ര നിഷേധിക്കാൻ ശ്രമിച്ചാലും പാർട്ടി നേതൃത്വത്തിന് ഒന്ന് നന്നായി അറിയാം, ചടയമംഗലം മണ്ഡലത്തിൽ വലിയ എതിർ വികാരം തന്നെയാണ് പാർട്ടിക്കെതിരെ ഉള്ളത് എന്നുള്ളത്.